ഒരു ഹദീസ് വന്നിട്ടുണ്ട്, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. മാ മിൻ സാഹിബി ദഹബിൻ വലാ ഫിദ്ദ, സ്വർണവും വെള്ളിയുമുള്ള ആൾ, സ്വർണ്ണം വെള്ളിയുള്ള ആളെന്ന് പറഞ്ഞാൽ പണക്കാർ, പണ്ട് കാലത്ത് നാണയമായിട്ട് ഉപയോഗിച്ചത് ദീനാർ ദിർഹം, സ്വർണ്ണം വെള്ളിയാണ്. സമ്പത്തുള്ള ആളുകൾ വലാ യുഅദ്ദി ഹഖഹ മിൻഹ, എന്നിട്ട് അതിന്റെ ഹക്ക് കൊടുക്കാത്ത ആൾ, സകാത്ത് കൊടുക്കാത്ത ആളുകൾ, അതുപോലെ വാജിബായിട്ടുള്ള ചെലവുകൾ നടത്താത്ത ആളുകൾ, അവരെ കുറിച്ച് പറയുകയാണ്. ഇല്ലാ സുഫിഹത് ലഹു സഫാഇഹു മിൻഹ, അതിൽ നിന്ന് സഫഹത്ത് എന്ന് പറഞ്ഞാൽ പ്ലേറ്റ് പോലെ ആക്കും അതിനെ, ആ സ്വർണത്തെയും വെള്ളിയെയും. വയുഹ്മ അലൈഹ ഫിനാരി ജഹന്നം, എന്നിട്ടത് ഫഉഹ്മി അലൈഹ ഫിനാരി ജഹന്നം, അതിനെ നരകത്തിന്റെ തീയിൽ ഇട്ട് ചൂടാക്കും. വതുക്വാ ബിഹ ജംബുഹു വജബീനുഹു വദഹ്റുഹു, എന്നിട്ട് അവന്റെ മുഖവും നെറ്റിയും പുറമൊക്കെ അതുകൊണ്ട് ചൂടാക്കും. ഫിയോമിൻ മിഖ്ദാറു 50,000 സന, 50,000 വർഷം ദൈർഘ്യമുള്ള ഒരു ദിവസം. കുല്ലമാ ബറദത് ഉഈദത്, അത് തണുക്കുമ്പോൾ അഥവാ അവന്റെ ശരീരത്തിൽ അത് പതിപ്പിച്ച് അതിന്റെ ചൂട് പോകുമ്പോൾ വീണ്ടും ചൂടാക്കും. ഹത്ത യുഖ്ദാ ബൈനൽ ഇബാദ്, വിചാരണ കഴിയുന്നത് വരെ ഇത് തുടർന്നുകൊണ്ടിരിക്കും. അഥവാ ഇത് വിചാരണക്ക് മുമ്പാണ് ഈ ശിക്ഷ എന്ന് പറയുന്നത്. ഫയറാ സബീലഹു ഇമ്മാ ഇലൽ ജന്നത്തി വ ഇമ്മാ ഇലൻ നാർ, അങ്ങനെ ഹിസാബ് കഴിയുമ്പോൾ പിന്നെ സ്വർഗ്ഗത്തിലേക്കായിരിക്കും ചിലപ്പോൾ. അങ്ങനെ ബാക്കിയുള്ള ഹസനാത്തുകൾ കൊണ്ടോ മറ്റു കാരണങ്ങൾ കൊണ്ടോ അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് കൊണ്ടോ സ്വർഗ്ഗത്തിൽ പോകാനുള്ള ആളായിരിക്കും. പക്ഷെ ഈ ശിക്ഷ അനുഭവിച്ചിട്ടായിരിക്കും ഈ തെറ്റ് ചെയ്തവരാണെങ്കിൽ. അപ്പോൾ അള്ളാഹുവിന്റെ ശിക്ഷക്ക്, ഉറപ്പുള്ള ശിക്ഷക്ക് കാരണമാകുന്ന ഒരു കാര്യമാണ് സക്കാത്ത് തടയുക, അതുപോലെ വാജിബായ നഫക്കത്ത്. സക്കാത്ത് മാത്രമല്ല, ഇപ്പൊ ഭാര്യക്കും മക്കൾക്കും ചെലവിന് കൊടുക്കുക എന്നുള്ളത് അത് ഇതിൽപ്പെടും. സക്കാത്തിന്റെ കാര്യം ചിലപ്പോൾ നമുക്ക് ഓർമ്മ വരും, കാരണം അത് ഈ ഹദീസൊക്കെ കേൾക്കുമ്പോൾ സക്കാത്തിന്റെ കാര്യം ഓർമ്മ വരും. അതേപോലെ തന്നെയാണ് സ്വന്തം ഭാര്യക്കും മക്കൾക്കും അതുപോലെ ചെലവ് കൊടുക്കലും ബാധ്യതയായിട്ടുള്ള നിർബന്ധമായിട്ടുള്ള നമ്മുടെ ഉസൂലുകളും ഫുറൂകളുമായിട്ട് ആളുകൾ. ഉസൂൽ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ. അതുപോലെ വല്യപ്പുണ്ടെങ്കിലോ വല്യപ്പാക്ക് സമ്പാദിക്കാനുള്ള കഴിവില്ല, അത് നമ്മുടെ വാപ്പാന്റെ അതേ സ്ഥാനത്താണ്. ഉസൂലുകൾപ്പെട്ട നമ്മളെ വേരുകളാണ്. പിന്നെ താഴേക്കുള്ള നമ്മുടെ ഫുറൂകൾ, മക്കള്, പേരക്കുട്ടികൾ. ഇപ്പൊ പേരക്കുട്ടിയാണെങ്കിലോ കഷ്ടപ്പെടുന്നത് വല്യപ്പ സഹായിക്കണം, വല്യപ്പാന്റെ കയ്യിൽ സമ്പത്തുണ്ടെങ്കിൽ കൊടുത്തിരിക്കണം. അതുപോലെയുള്ള വാജിബായ നഫഖത്ത് അത് ചെയ്യാത്ത ആളുകളെ കുറിച്ചാണ് ഈ ഹദീസ്. മാനിഉ സക്കാത്ത് എന്നാണ് ഹദീസ് അറിയപ്പെടുന്നത്. ഹദീസ് മാനിഉ സക്കാത്ത്, സക്കാത്ത് തടഞ്ഞവരെ കുറിച്ചുള്ള ഹദീസ്. പക്ഷെ അത് പൊതുവായാണ് ഹദീസിന്റെ പദം വന്നിട്ടുള്ളത്.